മുല്ല നസറുദ്ദീൻ്റെ മകൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വൈകിയാണ് വീട്ടിലെത്തിയത്. മുല്ല കോപിച്ചു മകനെ തല്ലി താക്കീത് കൊടുത്തു. വൈകി വരാതിരിക്കുന്നതിന് ഇത് നിനക്കൊരു പാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തല്ലിയത്. അടുത്ത ദിവസം മകൻ കൃത്യസമയത്ത് എത്തിയെങ്കിലും അവൻ്റെ ഡ്രസ്സിൽ നിറയെ ചെളി പുരണ്ടിയിരുന്നു. മുല്ല അവനെ ശകാരിച്ചു. അവനെ അടിച്ചുകൊണ്ട് മുല്ല പറഞ്ഞു, ഇനി നിന്റെ ഡ്രസ്സ് അഴുക്കാകാതിരിക്കാനായി ഇത് നിനക്കൊരു പാഠമായിരിക്കട്ടെ. കുട്ടി ഒരുപാട് വിഷമിച്ചു. പിറ്റേ ദിവസം മകൻ വീട്ടിലെത്തിയത് പരീക്ഷകളിൽ തോറ്റ വിശദാംശങ്ങൾ അടങ്ങിയ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ്. മുല്ല അന്നും അവനോട് ദേഷ്യപ്പെട്ടു. ചോറിലെടുത്ത് അടിച്ചുകൊണ്ട് മുല്ല മകനോട് പറഞ്ഞു, ഇത്രയും മോശമായ മാർക്ക് വാങ്ങാതിരിക്കാനായി ഈ അടി നിനക്കൊരു പാഠമായിരിക്കട്ടെ. 4-ാം ദിവസം അവൻ കൃത്യസമയത്ത് മികച്ച മാർക്ക് കരസ്ഥമാക്കിയ ഉത്തരക്കടലാസോടുകൂടി വസ്ത്രത്തിൽ ഒട്ടും ചെളി പുരളാതെ വീട്ടിലെത്തി. അവനേറെ സന്തോഷവാനായിരുന്നു. പക്ഷേ മുല്ല അന്നും അവനെ പിടിച്ചടിച്ചു. കുട്ടിക്ക് വിഷമമായി. കരഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു, ഇതെന്താണ്? ഞാൻ നേരത്തെ തിരിച്ചെത്തിയതാണ്. എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്കുണ്ട്. എൻ്റെ ഡ്രസ്സ് ക്ലീനാണ്. പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത്? മുല്ല പറഞ്ഞു, നീ എത്രമാത്രം സൂക്ഷ്മതയോടും കൃത്യതയോടും കൂടെ ജീവിച്ചാലും പലപ്പോഴും നീതി ലഭിക്കാത്തൊരു ലോകത്താണ് നീ ജീവിക്കുന്നത്. ഈ തിരിച്ചറിവ് കിട്ടാൻ ഈ അടി നിനക്കൊരു പാഠമായിരിക്കട്ടെ. സുഹൃത്തെ, എത്ര സൂക്ഷ്മത്തോടും വിവേകത്തോടും കൂടെ ജീവിച്ചാലും നാം ജീവിക്കുന്ന ഇടങ്ങളിൽ നിന്നും നീതിനിഷ്ഠമായ പെരുമാറ്റമോ വാക്കുകളോ നമുക്ക് ലഭിക്കണമെന്നില്ല. അർഹിക്കുന്ന നീതി ലഭിക്കാതിരിക്കുമ്പോഴും ശാന്തമായിരിക്കാനുള്ള പാഠം സ്വയം പഠിച്ചെടുക്കാം.